അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മെഹർ ഫാത്തിമ, പ്യൂർഹാർട്സ് മോറൽ സ്കൂളിലെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാനിന്നിവിടെ സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ കഥയാണ് പറയാൻ പോകുന്നത്. ഒരു പട്ടാള വ്യൂഹം മലഞ്ചെരിയിലൂടെ നീങ്ങുന്നു. പെട്ടെന്ന് നേതാവ് സൈന്യത്തെ തടയുന്നു. സൈന്യം നിന്നു. അതാ ഒരു അത്ഭുത വർത്തമാനം. ഒരു ഉറുമ്പാണ് സംസാരിക്കുന്നത്. ഉറുമ്പിൻ കൂട്ടത്തിന്റെ നേതാവ് പട്ടാളക്കാരെ പോലെ മാർച്ച് ചെയ്യുന്ന ഉറുമ്പുകളോട് അത് എന്താണ് പറഞ്ഞതെന്നോ? ഉറുമ്പിൻ കൂട്ടമേ, നിങ്ങൾ വേഗം മാളത്തിൽ പ്രവേശിക്കുക. സുലൈമാനും പട്ടാളവും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അറിയാതെ അവർ നിങ്ങളെ ചവിട്ടി അരച്ചേക്കാം. സൈന്യത്തലവൻ മാത്രമേ ആ സംസാരം കേട്ടുള്ളൂ. ഉറുമ്പിന്റെ സംസാരം കേൾക്കാൻ മനുഷ്യർക്ക് കഴിയില്ലല്ലോ. ആ സംസാരം കേട്ട് സേനായകൻ പുഞ്ചിരി തൂകിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാൻ എനിക്ക് നീ പ്രചോദനം നൽകണമേ. നിന്റെ കാരുണ്യത്താൽ നിന്റെ സദ്വൃത്തരായ ദാസന്മാരുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. ആരായിരുന്നു ആ സൈന്യത്തലവൻ? ആരായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ? എന്തായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ? ദാവൂദ് നബി അലൈഹിസ്സലാമയുടെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാമ ആയിരുന്നു ആ മഹാൻ. ഒരു രാജ്യത്തിന്റെ ഭരണകർത്താവും സർവ്വ സൈന്യാധിപനും ആ സമൂഹത്തിലേക്ക് അള്ളാഹു നിയോഗിച്ച ദൂതനും ഒരാളായി തീരുക അപൂർവ സംഭവമാണ്. ഇത് രണ്ടും ഒത്തിണങ്ങിയ ആളായിരുന്നു ദാവൂദ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ മകനായ സുലൈമാൻ അലൈഹിസ്സലാമ രാജാവും ദൈവദൂതനും ആയിരുന്നു. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ ഖുർആൻ വിശദീകരിച്ചിട്ടില്ല. എന്നാൽ ഫലസ്തീൻ രാജ്യം പൂർണ്ണമായും അദ്ദേഹത്തിന് കീഴ്പ്പെട്ടിരുന്നു. ജനങ്ങളെ സത്യമാർഗത്തിലേക്ക് നയിക്കുകയും രാജ്യം നല്ല നിലയിൽ ഭരിക്കുകയും ചെയ്തു ആ പ്രവാചകൻ. അള്ളാഹു അദ്ദേഹം മുഖേന നിരവധി മുഅ്ജിസത്തുകൾ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. മുഅ്ജിസത്ത് എന്താണെന്നറിയാമല്ലോ? അള്ളാഹു മനുഷ്യരിലേക്ക് അയക്കുന്ന ദൂതന്മാർ മുഖേന വെളിപ്പെടുത്തുന്ന അമാനുഷിക സംഭവങ്ങൾക്ക് ആയത്ത് എന്നും മുഅ്ജിസത്ത് എന്നും പറയുന്നു. മറ്റു പ്രവാചകന്മാർക്ക് ആർക്കും നൽകാത്ത വിശാലമായ രാജാധികാരം സുലൈമാൻ നബിക്ക് അള്ളാഹു സൗകര്യപ്പെടുത്തി. മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത ജിന്നുകളും പിശാചുക്കളും സുലൈമാൻ നബിക്കു വേണ്ടി പല ജോലികളും ചെയ്തിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് കാറ്റിനെ അധീനമാക്കി കൊടുത്തിരുന്നു. വിപുലമായ അധികാരവും നിരവധി അനുഗ്രഹങ്ങളും വളരെയേറെ മുഅ്ജിസത്തുകളും ലഭിച്ച സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കലും അഹങ്കരിച്ചില്ല. വളരെ വിനയത്തോടെ പെരുമാറി അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചില സന്ദർഭങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ ജിന്നുകൾ സുലൈമാൻ നബിക്കു വേണ്ടി ജോലിയെടുക്കുകയായിരുന്നു. നബി അവർക്ക് മേൽനോട്ടം വഹിച്ച് ഒരിടത്തിരുന്നു. അവിടെ ഇരിക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാം മരണപ്പെട്ടു എന്നും ജിന്നുകൾ അക്കാര്യം അറിയാതെ തങ്ങളുടെ ജോലി തുടർന്നു എന്നും ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.